സുഹൃത്തുക്കളെ, അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ഓഗസ്റ്റ് മാസത്തിലെ പരീക്ഷാ കലണ്ടർ PSC പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. കൺഫർമേഷൻ കൊടുക്കാനുള്ള അവസരമൊക്കെ ഓൾറെഡി കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് മെസ്സേജ് ആയിട്ടൊക്കെ വന്നു. അപ്പോൾ ഓഗസ്റ്റ് മാസത്തിൽ പരീക്ഷയുള്ള പ്രത്യേകിച്ചും HST പരീക്ഷകളുടെയൊക്കെ സിലബസ് മാറുമോ എന്നൊക്കെ പ്രതീക്ഷിച്ച് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഇരിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ആശങ്കകളുണ്ട്. അപ്പോൾ അതൊക്കെ പരിഹരിച്ചുകൊണ്ട് PSC ഓഗസ്റ്റ് മാസത്തിലെ പരീക്ഷാ കലണ്ടർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ട് എത്ര പേര് ഓരോ ജില്ലയിലേക്കും അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഓരോ പരീക്ഷയ്ക്കും വേണ്ടിയിട്ട് എത്ര പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട് തുടങ്ങിയ വിവരങ്ങളൊക്കെ ഈ ഒരു പരീക്ഷാ കലണ്ടറിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പരീക്ഷാ കലണ്ടർ ഉണ്ട്. HST പരീക്ഷകളെ കുറിച്ച് പറയുകയാണെങ്കിൽ സിലബസ് അങ്ങനെ വലിയ ചേഞ്ച് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വളരെ കൃത്യമായിട്ട് സിലബസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഈ ഒരു എക്സാം കലണ്ടറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ പറഞ്ഞിരിക്കുന്ന പരീക്ഷകൾക്കെല്ലാം കൺഫർമേഷൻ കൊടുക്കാനുള്ള സമയമാണ് ഇപ്പോൾ എന്നുള്ള കാര്യം കൂടെ മറക്കരുത്. അപ്പോൾ ആദ്യം തൊട്ട് നോക്കുകയാണെങ്കിൽ ഓഗസ്റ്റ് 1 തന്നെ HST മലയാളത്തിന്റെ പരീക്ഷയാണ്. ട്രാൻസ്ഫർ റിക്രൂട്ട്മെന്റും ഡയറക്ട് റിക്രൂട്ട്മെന്റും അതുപോലെ തന്നെ പല ജില്ലകളിലേക്കും ഒക്കെയുള്ള പരീക്ഷകൾ ഓഗസ്റ്റ് 1 തീയതി തന്നെ നടക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, പുതിയ പരീക്ഷാ കലണ്ടറിൽ ഈ അഡ്മിഷൻ ടിക്കറ്റ്സ് എന്ന് മുതൽ വന്നു തുടങ്ങും എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ടും ഒരു കോളം PSC ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ പറഞ്ഞതുപോലെ ഡേറ്റ് ഓഫ് കൺഫർമേഷൻ, ടോട്ടൽ മോഡ്, അതിനുശേഷം മീഡിയം ഓഫ് എക്സാം, അഡ്മിഷൻ ടിക്കറ്റ്സ് അവൈലബിൾ ഫ്രം ഇപ്പോൾ 1 തീയതി നടക്കുന്ന പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ജൂലൈ 18 മുതൽ അഡ്മിഷൻ ടിക്കറ്റ് അവൈലബിൾ ആകും എന്നുള്ള കാര്യമാണ് PSC പറയുന്നത്. അങ്ങനെ HST മലയാളത്തിന്റെ പരീക്ഷകൾ നടക്കുന്നുണ്ട്. കാറ്റഗറി നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്കിവിടെ അറിയാം. ദെൻ HST സാൻസ്ക്രിറ്റ് പരീക്ഷയുടെയും വിവിധ ജില്ലകളിലേക്കുള്ള ഇത് നമ്മുടെ പരീക്ഷ നടക്കുന്നുണ്ട്. അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ പരീക്ഷയും ഓഗസ്റ്റിലാണ് നടക്കുന്നത് എന്നുള്ളതാണ്. ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ ഡിക്ലെയർ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. സബ്മിഷൻ കൺഫർമേഷൻ കൊടുക്കാനുള്ള തീയതി അവസാനിച്ച ശേഷം മാത്രമേ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിലേക്കുള്ള അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ ഓരോ ജില്ലകളിലേക്കുള്ള ഡേറ്റ് അനൗൺസ് ചെയ്യുമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. HST നാച്ചുറൽ സയൻസ് ഓഗസ്റ്റ് 4 തീയതിയാണ് നടക്കുന്നത്. ഓരോ ജില്ലകളിലേക്കുമുള്ള ആപ്ലിക്കൻസിന്റെ എണ്ണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. സിലബസ് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. HST മാത്തമാറ്റിക്സ് അതിന്റെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട്. തമിഴ് മീഡിയത്തിലേക്കുള്ള റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട്. ദെൻ സീവിംഗ് ടീച്ചർ, ദെൻ HST സോഷ്യൽ സയൻസിന്റെ കന്നഡ മീഡിയത്തിലേക്കുള്ള കാസർഗോഡ് ജില്ലയിലേക്ക് മാത്രമാണ് അതിന്റെ ഒരു റിക്രൂട്ട്മെന്റ് പരീക്ഷയും ഓഗസ്റ്റ് 5 തീയതി നടക്കുന്നുണ്ട്. ദെൻ HST തമിഴ്, അങ്ങനെയുള്ള പരീക്ഷകൾ HST പരീക്ഷകളാണ് ഓഗസ്റ്റ് മാസത്തിൽ മെയിനായിട്ട് നടക്കുന്ന പരീക്ഷകൾ. കൂടാതെ മെയിൻസ്, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിന്റെ മെയിൻസ് പരീക്ഷകളും ഇതിൽ വരുന്നുണ്ട്. HST ഫിസിക്കൽ സയൻസ് ഓരോ ജില്ലകളിലെ നമുക്ക് ഇതിൽ നിന്ന് കാണാൻ സാധിക്കും. ഓഗസ്റ്റ് 6 തീയതിയാണ് പരീക്ഷ എന്നുള്ളത് ശ്രദ്ധിക്കുക. നമുക്ക് ജൂലൈ 23 ശേഷമാണ് ഇതിന്റെ കൺഫർമേഷൻ, അഡ്മിഷൻ ടിക്കറ്റുകൾ, അഡ്മിഷൻ കാർഡുകൾ, അഡ്മിറ്റ് കാർഡുകൾ വന്നു തുടങ്ങുക. ജൂലൈ 23 ശേഷമാണ് എന്നുള്ള കാര്യം കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ കൺഫർമേഷൻ കൊടുക്കാനുള്ള സമയമാണ് എന്നുള്ള കാര്യം കൂടെ ശ്രദ്ധിക്കുക. HST ഹിന്ദി, അതുപോലെ തന്നെ ഇതിനൊക്കെ കോമൺ സിലബസ് ആണ്. എല്ലാ ജില്ലകളിലേക്കും കോമൺ സിലബസ് തന്നെയാണ്. ICDS സൂപ്പർവൈസർ അതിന്റെ ഡയറക്ട് റിക്രൂട്ട്മെന്റ്, NCA റിക്രൂട്ട്മെന്റ് ആണ് നടക്കുന്നത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. HST മാത്തമാറ്റിക്സിന്റെ ഡയറക്റ്റ് ട്രാൻസ്ഫർ റിക്രൂട്ട്മെന്റ്, സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഒക്കെ ഓഗസ്റ്റ് 8 തീയതി നടക്കുന്നുണ്ടെന്നുള്ള കാര്യം കൂടെ നമ്മൾ നേരത്തെ തന്നെ അറിഞ്ഞതാണ്. ലെക്ചറർ ഇൻ കൊമേഴ്സ്യൽ പ്രാക്ടീസ്, ഗവൺമെന്റ് പോളിടെക്നിക്കുകളിലേക്കുള്ള ലെക്ചറർ ഇൻ കൊമേഴ്സ്യൽ പ്രാക്ടീസിന്റെ NCA റിക്രൂട്ട്മെന്റും ഈ ഒരു സമയത്ത് നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ദെൻ ബ്ലാക്ക് സ്മിത്ത് ഇൻസ്ട്രക്ടർ, ജൂനിയർ ഇൻസ്ട്രക്ടർ മെക്കാനിക് ഓട്ടോ ബോഡി പെയിന്റിംഗ്, അങ്ങനെ ഒരു ITIകളിലേക്കുള്ള മറ്റൊരു പരീക്ഷയാണ് ജൂനിയർ ഇൻസ്ട്രക്ടർ മെക്കാനിക് ഓട്ടോ ബോഡി പെയിന്റിംഗ്. അതിന്റെ പരീക്ഷയും ഓഗസ്റ്റ് 13 തീയതി നടക്കുന്നുണ്ട്. പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ അറബിക്കിന്റെ പരീക്ഷയും ഓഗസ്റ്റിലുണ്ട്. ഡ്രോയിങ് ടീച്ചർ, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഡ്രോയിങ് ടീച്ചറിന്റെ പരീക്ഷയും ഓഗസ്റ്റ് 14 തീയതി നടക്കുന്നു. ഫാം അസിസ്റ്റന്റ് ഗ്രേഡ് 2 ഡയറക്ടർ റിക്രൂട്ട്മെന്റ്, കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയിലേക്കുള്ള ഫാം അസിസ്റ്റന്റ് ഗ്രേഡ് 2 പരീക്ഷ ഓഗസ്റ്റ് 19 തീയതി നടക്കുന്നു. HSST കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഈ സമീപകാലത്ത് വിളിച്ച പരീക്ഷയാണ്. HST കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് 19 തീയതിയാണ് അതിന്റെ റിക്രൂട്ട്മെന്റ് നടക്കുക എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. 1052 പേര് മാത്രമാണ് ആ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടെ ശ്രദ്ധിക്കുക. ഓക്കെ, ദെൻ അത് സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ്. HST ഇംഗ്ലീഷ് ഓഗസ്റ്റ് 20 തീയതിയാണ് നടക്കുന്നത് എന്നുള്ള കാര്യം കൂടെ ശ്രദ്ധിക്കുക. HST ഇംഗ്ലീഷ്, അതിനകത്ത് ഓരോ ജില്ലകളിലേക്കും എത്ര പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതേ ചാനലിൽ തന്നെ നമ്മൾ വീഡിയോകളായിട്ടൊക്കെ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഡെപ്യൂട്ടി അക്കൗണ്ട്സ് മാനേജർ, ദെൻ ഡ്രൈവർ പരീക്ഷകൾ ഒക്കെ ഈ ഒരു മാസത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫോറസ്റ്റ് ഡ്രൈവർ, അത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ദെൻ
പിന്നീട് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് മെയിനായിട്ട് വരുന്ന ഒരു പരീക്ഷ എന്ന് പറയുന്നത് മെയിൻസ് പരീക്ഷ, സബ് ഇൻസ്പെക്ടറുടെ മെയിൻസ് പരീക്ഷ ഓഗസ്റ്റ് അവസാനത്തോടു കൂടിയാണ് നടക്കുക എന്നുള്ള കാര്യം കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ് ഇൻസ്പെക്ടറുടെ ഷോർട്ട് ലിസ്റ്റിൽ ഈ പറഞ്ഞ ഫസ്റ്റ് പരീക്ഷ പാസ്സായ ആളുകളെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയ പരീക്ഷ തന്നെയാണ്. ദെൻ മെറ്റീരിയൽസ് മാനേജർ ജനറൽ കാറ്റഗറിയിൽ ആ പരീക്ഷ നടക്കുക. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കോയർ മാർക്കറ്റിംഗ് ഫെഡറേഷനിലേക്ക് ഓഗസ്റ്റ് 27 ലെക്ചർ ഇൻ ഇലക്ട്രോണിക്സ് അതും ഓഗസ്റ്റ് 29. ഇടയ്ക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കലിന്റെ പരീക്ഷ ഓഗസ്റ്റ് 18 നടക്കും എന്നുള്ള കാര്യം. യൂണിവേഴ്സിറ്റികളിലേക്ക്, കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള പരീക്ഷയാണ്. അത് ഓഗസ്റ്റ് 18 സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനി ഡയറക്ടർ റിക്രൂട്ട്മെന്റ് മെയിൻ എക്സാമിനേഷൻ ഓഗസ്റ്റ് 30 പല കാറ്റഗറിയിൽ പെടുന്ന സബ് ഇൻസ്പെക്ടറുടെ മെയിൻ എക്സാമിനേഷൻ നടക്കുമെന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഓഗസ്റ്റിലെ കലണ്ടർ. PSCയുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. കൃത്യമായിട്ട് ചിട്ടയോടുകൂടി സിലബസ് ഒക്കെ നോക്കി അതനുസരിച്ച് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ വർഷം തന്നെ ഒരു സർക്കാർ ജോലി നിങ്ങളെ തേടി എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.